ഇന്ത്യ സഖ്യയോഗത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎം അടക്കമുള്ള പാർട്ടികൾ. കോൺഗ്രസ് പുലർത്തുന്നത് ഏകപക്ഷീയമായ നിലപാടുകൾ മാത്രമെന്നാണ് വിമർശനം. സഖ്യം കരുത്താർജിക്കാത്തത് നിലപാടുകളിൽ വൈരുദ്ധ്യം മൂലമെന്നും കഴിഞ്ഞ ദിവസം ഓൺലൈനായി നടന്ന യോഗത്തിൽ വിമർശനം ഉയർന്നു. എസ് നന്ദഗോപൻ ചേരുന്നു വിവരങ്ങളുമായി. നന്ദൻ, ഇതിനു മുൻപും ഇന്ത്യ സഖ്യത്തിൽ വിരുദ്ധ അഭിപ്രായങ്ങളും പരസ്പര വിള്ളലുകളും ഒക്കെ ഉണ്ടാകുന്നത് കണ്ടതാണ്. ഇപ്പോൾ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎം അടക്കമുള്ള പാർട്ടികൾ എത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് വിമർശനാത്മകമായി സഖ്യകക്ഷികൾ ഉന്നയിക്കുന്നത്? രോഹിണി, നാളെ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുകയാണ്. ഇതിന് മുന്നോടിയായി മുന്നണിയിലെ മുഴുവൻ കക്ഷികളെയും വിളിച്ചുകൊണ്ട് ഒരു യോഗം ചേരണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഈ ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസ് ഇതര ബാക്കി പാർട്ടികൾ മുഴുവൻ അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. എന്നാൽ ആദ്യഘട്ടത്തിൽ യോഗം വേണ്ട എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്. ഇത്തരമൊരു യോഗമുണ്ടായാൽ അത് തങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നുള്ളത് കോൺഗ്രസ് കരുതുന്നു. പ്രത്യേകിച്ച് വലിയ വിമർശനം പ്രതിപക്ഷ നേതാവിന് അടക്കം എതിരെ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അത് പ്രത്യക്ഷത്തിൽ വലിയ വിമർശനങ്ങളിലേക്ക് വഴിതെളിക്കും. കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയാകുമെന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു യോഗം വേണ്ട എന്ന് തീരുമാനിച്ചത്. എന്നാൽ വലിയ സമ്മർദ്ദം CPM-ഉം CPI-യും അടക്കമുള്ള പാർട്ടികളുടെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദമുണ്ടായതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്നലെ മറ്റ് പോംവഴികളില്ലാതെ ഓൺലൈനായി യോഗം വിളിക്കുവാൻ വേണ്ടി കോൺഗ്രസ് നിർബന്ധിതരാകുകയായിരുന്നു. ആ യോഗത്തിലാണ് രൂക്ഷമായ വിമർശനം ഇന്നലെ CPM-ൻ്റെയും CPI-യുടെയും ഒക്കെ തന്നെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രധാനമായും വേണ്ട രീതിയിൽ ഈ സഖ്യത്തിൻ്റെ നിലവാരം ഉയരുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും ഉയർന്ന വിമർശനം. അതിന് കാരണം കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ പല നിലപാടുകളുമാണ്. ഇത്തരം നിലപാടുകൾ നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പല സംസ്ഥാനങ്ങളിലെയും പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പല സംസ്ഥാനങ്ങളിലെയും തോൽവിയും കനത്ത തിരിച്ചടിയും ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പുലർത്തുന്ന ഏകപക്ഷീയ നിലപാട് പലതവണ ചർച്ച ചെയ്തതാണ്. എന്നാൽ അത്തരം ചർച്ചകൾക്കൊന്നും ഫലം കാണുന്നില്ല. മറിച്ച് വീണ്ടും കോൺഗ്രസ് ഏകപക്ഷീയമായ പാതയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് CPM-ഉം CPI-യും അടക്കമുള്ള കക്ഷികൾ ഉയർത്തിയ വിമർശനം. ഇതിനൊക്കെ അപ്പുറത്തേക്ക് എല്ലാ ഭാഗത്തും, അതായത് എല്ലാ മേഖലകളിലും സഖ്യം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് BJP-ക്കെതിരെ പൊരുതണമെന്നുള്ളൊരു ആശയമായിരുന്നു ഇതിൻ്റെ രൂപീകരണ സമയത്ത് മുന്നോട്ട് വെച്ചത്. എന്നാൽ കേരളത്തിൽ രാഹുൽ എത്തി, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ കേരളത്തിലെത്തുമ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം BJP-ക്ക് എതിരെ ഉയർത്താതെ മറിച്ച് കോൺഗ്രസിനെതിരെ വലിയ വിമർശനം, ഒപ്പം തന്നെ CPM-ന് എതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിൽ പരസ്യമായി, പ്രത്യേകിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് തന്നെ കേരളത്തിലെത്തി CPM-നെതിരെ ഇത്തരം പരസ്യ വിമർശനങ്ങൾ ഉയർത്തുന്നത് അത് മറ്റൊരു സന്ദേശം നൽകുമെന്നുള്ളതാണ് CPM അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുലിന് വേണ്ട രീതിയിൽ ഉള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ വേണ്ടി സഭയ്ക്കുള്ളിലാകുന്നില്ല എന്നുള്ള വിമർശനവും പൊതുവായി ഉയർന്നിട്ടുണ്ട്. സഭയിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുവാൻ രാഹുലിന് കഴിയുന്നില്ല. സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ സഭയ്ക്കുള്ളിൽ പൊരുതുവാനോ ആഞ്ഞടിക്കുവാനോ അല്ലെങ്കിൽ പ്രതിഷേധിക്കുവാനോ കോൺഗ്രസിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ രാഹുലിന് കഴിയുന്നില്ല എന്നുള്ള വിമർശനങ്ങളാണ് മറ്റു പാർട്ടികൾ ഉയർത്തുന്നത്. പ്രത്യേകിച്ച് ഈ സീറ്റ് വിഭജന ചർച്ചകൾ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളുണ്ടായി എന്നുള്ളത് നേരത്തെ CPI-യുടെ ജനറൽ സെക്രട്ടറി D. രാജ തന്നെ വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞതാണ്. അതായത് ഈ സഖ്യത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് തടസ്സങ്ങൾ വലിയ രീതിയിലുണ്ട്. ആ തടസ്സങ്ങൾക്ക് കാരണം ഇത്തരം സീറ്റ് വിഭജന ചർച്ചകളും വിലപേശലുകളും മറ്റുമാണെന്ന് D. രാജ തുറന്നടിച്ചിരുന്നു. മാത്രമല്ല, CPI-യുടെ കരട് രാഷ്ട്രീയ പ്രമേയത്തിലും രൂക്ഷമായ വിമർശനം കോൺഗ്രസിനെതിരെ ഉയർത്തുന്നുണ്ട്. സഖ്യ സാധ്യതകളെല്ലാം പൊളിക്കുന്നത് കോൺഗ്രസ്സാണ് എന്നുള്ള വിമർശനങ്ങളാണ് പൊതുവെ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഓൺലൈൻ യോഗത്തിലും സമാനമായ രീതിയിലുള്ള രൂക്ഷ വിമർശനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഇന്ത്യ സഖ്യം എടുത്തിരിക്കുന്നത് പാർലമെൻറ്റിനകത്ത് വലിയ രീതിയിൽ ഒന്നിച്ചു നിന്ന് സർക്കാരിനെതിരെ പോരാടുക എന്നുള്ള ലക്ഷ്യമാണ്. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.